നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം രേവതി നക്ഷത്രത്തെക്കുറിച്ചാണ്. രേവതി നക്ഷത്രത്തിന്റെ 2026 വർഷത്തെ ഫെബ്രുവരി മാസം 18 തീയതി മുതൽ 28 തീയതി വരെ ഈ രേവതി നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളും ഇവര് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ഇവരുടെ ഫലങ്ങളുമാണ് നമ്മൾ പറയുന്നത്. അതിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മവർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഈ രേവതി നക്ഷത്രക്കാരുടെ 18 തീയതി മുതൽ 28 തീയതി വരെയുള്ള യാത്രയില് പരിശ്രമങ്ങളൊക്കെ വിജയം നേടുന്നുണ്ട്. പക്ഷെങ്കില് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചുമ്മാതെ വിളിച്ചു പറയുന്ന ഒരു സ്വഭാവക്കാരാണെങ്കിൽ അത് തീർച്ചയായിട്ടും നിർത്തേണ്ടതുണ്ട്. പലരും അതിൽ നിങ്ങളെ അളക്കുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. കാരണം നിങ്ങൾ പറയുന്ന പകുതി കാര്യങ്ങളും പ്രായോഗികമല്ലാത്ത കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നുന്നതാണ്. അങ്ങനെയുള്ള സംസാരങ്ങളൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് നിങ്ങളുടെ പ്രവൃത്തിയിലും പരിശ്രമത്തിലും ഏർപ്പെടുക. അത് ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഒരുപാട് മുമ്പ് നിങ്ങൾക്ക് പല അവസരങ്ങള് ലഭിച്ചിട്ടും അതൊക്കെ നിങ്ങൾ പാഴാക്കി കളഞ്ഞിട്ട് ചില സംസാരങ്ങളിലൂടെയൊക്കെ നിങ്ങളത് വിജയിച്ചതായിട്ട് നിങ്ങൾ വരുത്തി തീർക്കുന്നതായിട്ട് മറ്റുള്ളവർക്ക് തോന്നുവാനുള്ള സാധ്യതകളൊക്കെ ഉള്ള ഒരു സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ സംസാരം കുറയ്ക്കുക, പ്രവൃത്തി കൂട്ടുക. തീർച്ചയായിട്ടും പരിശ്രമം വിജയിക്കുന്നതായിരിക്കും. ഇക്കാര്യമൊന്ന് രേവതി നക്ഷത്രക്കാര് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളിത് പറഞ്ഞത് പല ആളുകൾക്കും ഇഷ്ടപ്പെടില്ല എങ്കിലും നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ് എന്നുള്ളത്. ധനലാഭമൊക്കെ ഉണ്ടാവാനുള്ള ഒരു സമയമാണ്. ലോട്ടറി ഭാഗ്യം, അതുപോലെ തന്നെ തൊഴിലിൽ നിങ്ങൾക്ക് ധനം കൂടുതൽ ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഷെയർ മാർക്കറ്റിംഗിലെ, ബിസിനസ്സിലെ ഇതിലൊക്കെ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകുന്നതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകുന്നതാണ്. ദീർഘമായിട്ടുള്ള യാത്രകളൊക്കെ വേണ്ടിവരും. എല്ലാം ശുഭമായിട്ട് പര്യവസാനിക്കുന്നതാണ്. ദാമ്പത്തിക ജീവിതത്തിലെ കൂടുതൽ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് വാക് സാമർഥ്യമൊക്കെ കൂടുന്നതാണ്. വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ നിങ്ങൾക്ക് പല കാര്യങ്ങളും പറഞ്ഞ് ചെയ്യിക്കുവാൻ കഴിയുന്നതാണ്. അവിടെയും നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങളുടെ വാക്കുകൾ കേട്ട് അവര് എന്തെങ്കിലും നിങ്ങൾക്കായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധി സാമർഥ്യമൊക്കെ കൂടുന്നതാണ്. നിങ്ങളുടെ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ്. ഔദ്യോഗിക രംഗത്ത് നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. രാഷ്ട്രീയ രംഗത്തുള്ളവർക്കൊക്കെ നല്ല നേട്ടങ്ങളാണ്. കലാകായിക രംഗത്തുള്ളവർക്കും നല്ല നേട്ടങ്ങളാണ്. സ്ഥാന ലബ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ്. പുതിയ പദവികളിലേക്കൊക്കെ നിങ്ങൾ വന്നു ചേരുന്നതാണ്. ഇഷ്ടജനങ്ങളെയൊക്കെ നിങ്ങൾക്ക് കണ്ടുമുട്ടാനുള്ള സാധ്യതയുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ആളുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും അവരുമായിട്ട് സമയം ചെലവഴിക്കാൻ സാധിക്കുന്നതുമൊക്കെയാണ്. നിങ്ങൾ ഈ 26, 27, 28 തീയതികളൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ചില രോഗങ്ങളൊക്കെ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. ചില സാംക്രമിക രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി നേടുവാനായിട്ട് അതിനുള്ള മുൻകരുതലുകളൊക്കെ നിങ്ങൾ എടുക്കേണ്ടതാണ്. ഈ രേവതി നക്ഷത്രക്കാരോട് നമ്മൾ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ. നിങ്ങളുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിച്ച് പ്രവർത്തികൾ നിങ്ങൾ കൂട്ടുക. അതെല്ലാം നിങ്ങൾ പറയുന്നതെല്ലാം പ്രവൃത്തി പദത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. തീർച്ചയായിട്ടും വിജയം ഉണ്ടാവുന്നതാണ്. വിജയിക്കേണ്ട ഒരു സമയമാണ്. ചില കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് അകലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നുണ്ട്. കാരണം പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ സംസാരമാണ് കാണുന്നത്. നിങ്ങൾക്ക് പ്രവർത്തിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷെങ്കിൽ അതൊന്നും സംഭവിക്കുന്നില്ല. കാരണം നിങ്ങളുടെ മനസ്സിന്റെ തന്നെയാണ്. നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുണ്ട്. അതെല്ലാം ചെയ്യാം എന്ന് നിങ്ങൾ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ രേവതി നക്ഷത്രക്കാർക്ക് ഈ ദിവസങ്ങളെല്ലാം വളരെ ശുഭകരമായിട്ട് മാറുന്നതാണ്. രേവതി നക്ഷത്രക്കാരുടെ ദിവസ ഫലങ്ങളെല്ലാം രേവതി നക്ഷത്രക്കാരുടെ കയ്യിൽ തന്നെയാണ് എന്ന് നമ്മൾക്ക് പറയാൻ കഴിയും. കാരണം ഈശ്വരൻ അല്ലെങ്കിൽ ഭാഗ്യം നിങ്ങൾക്ക് വന്ന് നിൽക്കുന്നുണ്ട്. നിങ്ങൾ അത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. പല ആൾക്കാർക്കും അത് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതിനെ കണ്ടു മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയം ഉണ്ടാവുന്നതാണ്. രേവതി നക്ഷത്രക്കാരെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മളോട് നീരസം തോന്നിയാലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നമ്മൾക്ക് 100% ഉറപ്പുണ്ട്. വീണ്ടും നമ്മൾ പറയുന്നു, സംസാരം അല്ലെങ്കിൽ വാക്കുകൾ കുറയ്ക്കുക, പ്രവൃത്തി കൂട്ടുക. തീർച്ചയായിട്ടും വിജയം ഉണ്ടാകും.
അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.